മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചു. KJU സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകടന പത്രികയിൽ നടപ്പാക്കാൻ കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഷങ്ങളായി KJU വിവിധ സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി നടപ്പാക്കിയില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടും ക്ഷേമനിധി നടപ്പാക്കിയില്ല. KJU സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടും സാംസ്കാരിക വകുപ്പ് തന്ന മറുപടി നിരാശാജനകമായിരുന്നു എന്ന് KJU സംസ്ഥാന സെക്രട്ടറി KC സ്മിജൻ ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായിട്ടാണ് മന്ത്രി GR അനിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ക്ഷേമനിധി വേണമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കാർക്കും രണ്ടഭിപ്രായം ഉള്ളവരാണ്. സ്വാഗത പ്രാസംഗികൻ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ LDFിൻ്റെ പ്രകടന പത്രികയിൽ 510ാമത്തെ ഇനമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. LDFിൻ്റെ പ്രകടന പത്രികയിലുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. കാരണം എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് 7 വിഷയങ്ങളാണ് ആ പ്രകടന പത്രികയിലുള്ളത്. സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ 4ാം വർഷം പൂർത്തിയാകുമ്പോൾ 6 വിഷയങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാണ്. ഒരു വിഷയമുള്ളത് ഈ വരുന്ന സഭാ സമ്മേളനത്തിൽ നിയമമായി കൊണ്ടുവരാനുള്ള നടപടികളുടെ അന്തിമഘട്ടത്തിലാണ്. ഞാനിത് പറയുന്നത് ചെയ്യാൻ കഴിയുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി എന്നുള്ള കാര്യം, ആ ഗവൺമെൻറ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രകടന പത്രികയിലുള്ള ഇനമാണെങ്കിൽ അത് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ തടസ്സമില്ല. പക്ഷെ നിങ്ങളിത് പറഞ്ഞിട്ട് സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോലെ അതിൻ്റെ കൂടെ ഉണ്ടാകണം. തൊട്ടടുത്ത് IB സതീഷ് MLA ഇരിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മന്ത്രി കൂടിയായതുകൊണ്ട് എന്നെ അറിയുന്നവർക്കറിയാം, ഞങ്ങളെല്ലാം അത്തരം വിഷയങ്ങളുടെ പരിഹരിച്ച് പോകുന്നവരെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാകിയാൽ സ്വാഭാവികമായി ഇത് യാഥാർത്ഥ്യമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ക്ലിയറായി എനിക്ക് പറയാനുള്ളത്. ഞാനത് സൂചിപ്പിക്കും. കാരണം കേരളത്തിൽ ക്ഷേമ പദ്ധതിയിൽ അംഗമല്ലാത്ത അല്ലെങ്കിൽ ക്ഷേമനിധി രൂപം കൊടുക്കാത്ത ഏത് മേഖലയാണ്? ഞാനിവിടെ സ്വാഗതം പറഞ്ഞു നിന്നപ്പോൾ അത് ഓർമ്മിക്കുകയാണ്. ഏത് ജനവിഭാഗമാണ് ക്ഷേമനിധി പരിധിക്കുള്ളിൽ വരാത്ത? അങ്ങനെ നോക്കുമ്പോൾ ഇത് മാത്രമേ കാണൂ. അവസാനം തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളായി പണിയെടുക്കുന്നവർക്കടക്കം. KJU സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു. IJU വൈസ് പ്രസിഡന്റ് ബാബു തോമസ് സംഘടനാ റിപ്പോർട്ടും KC സ്മിജൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് EP രാജീവും അവതരിപ്പിച്ചു. IB സതീഷ് MLA, IJU സെക്രട്ടറി ജനറൽ സഭാനായകൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച വൈകുന്നേരം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.